ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് കെമിസ്ട്രി ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ചോദ്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മുടെ സിലബസ് കവർ ചെയ്തുകൊണ്ട് എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്തിട്ട് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഡയറക്റ്റ് കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, എയും ബിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കി സിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഉത്തരം ആ ഓപ്ഷൻസിൽ നിന്ന് കണ്ടെത്താൻ. അങ്ങനെ ഒരു സംഗതിയാണ് ഈ ചോദ്യം. ആ ഒരു ഫോർമാറ്റ് ആണ്. നോക്കൂ, ആറ്റം, ഓസ്റ്റ്വാൾഡ്. അങ്ങനെയെങ്കിൽ ഇലക്ട്രോൺ, അവിടെ നമുക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ആരാണ്? എന്താ അപ്പോ അവിടെ ആറ്റവും ഓസ്റ്റ്വാൾഡും തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? അത് മനസ്സിലാക്കിയിട്ട് വേണം ഇലക്ട്രോണിന് അനുയോജ്യമായ ഉത്തരം കൊടുക്കേണ്ടത്. ഓപ്ഷൻസിൽ നമുക്ക് ജെ തോംസൺ ഉണ്ട്, മില്ലിക്കൺ ഉണ്ട്, സ്റ്റോണി. ഇവരാരും തന്നെയല്ല. നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? ഓരോ ക്വസ്റ്റ്യനും നമ്പർ ഇട്ടിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഉത്തരം കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയാമോ? പെട്ടെന്ന് നമുക്ക് ഇലക്ട്രോൺ എന്ന് കാണുമ്പോഴത്തേക്കും ജെ തോംസൺ എഴുതാൻ ഒരു ടെൻഡൻസി വരും. പക്ഷെ അങ്ങനെ എഴുതിയാൽ ഈ കേസിൽ നമ്മുടെ മാർക്ക് പോകും. കാരണം ഇവിടെ ബന്ധം മനസ്സിലാക്കി എഴുതണം, പദബന്ധം മനസ്സിലാക്കി പൂരിപ്പിക്കാനാ അല്ലേ. ആറ്റത്തിന് പേര് നൽകിയ വ്യക്തിയാണ് ഓസ്റ്റ്വാൾഡ്. അപ്പോ അതുപോലെ ഇലക്ട്രോണിന് പേര് നൽകിയത് അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ന പദം ഉപയോഗിച്ച വ്യക്തി ആരാ എന്ന് ചോദിക്കാം. അത് വേറെ ആരുമല്ല, ജോൺസ്റ്റോൺ സ്റ്റോണി ആണെന്ന് നിങ്ങൾ പഠിച്ചേക്കണം. എങ്ങനെയൊക്കെ നോക്കിയാലും ഇവിടെ ജെ തോംസൺ ഉത്തരം വരില്ല. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? സി ആണ്, സ്റ്റോണി ആണ്. അതേ സ്ഥാനത്തെ ആറ്റം ജോൺ ഡാൾട്ടൺ തന്നിരുന്നു എങ്കിൽ നമുക്ക് ഇലക്ട്രോൺ ആരെ എഴുതാമായിരുന്നു? ജെ തോംസൺ എഴുതാമായിരുന്നു. കാരണം അവിടെ കണ്ടുപിടിച്ചതാണ്. ആറ്റം എന്ന ആ കണത്തെ കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ. അപ്പോൾ ഇലക്ട്രോൺ എന്ന നെഗറ്റീവ് ചാർജുള്ള കണത്തെ കണ്ടെത്തിയത് ജെ തോംസൺ. മാർക്ക് വരുതേ. അപ്പൊ ഓർത്തു വെച്ചോളൂ, ഇവിടെ ഞാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വസ്തുതകൾ പറഞ്ഞു തരാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. പക്ഷെ നമുക്ക് എക്സാമിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് റിവിഷൻ ആവും. എടാ, ആറ്റം കണ്ടുപിടിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ആര് തന്നെയാണ്. അത് ജോൺ ഡാൾട്ടൺ ആണ്. ഇനി ആറ്റത്തിന് പേര് നൽകിയ വ്യക്തി ആര്? കാലാകാലങ്ങളായിട്ട് കേരള PSC ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഓസ്റ്റ്വാൾഡാ പഠിച്ചിട്ടുള്ളത്. എന്നാൽ ആറ്റം എന്ന പദം ഉപയോഗിച്ച ഗ്രീക്ക് തത്വചിന്തകൻ ആരെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഓർത്തു വെച്ചേക്കണം, അദ്ദേഹത്തിന്റെ പേരാണ് ഡെമോക്രേറ്റസ്. അല്ലെ, ഡെമോക്രേറ്റസ്. മാർക്ക് വരുതേ. ഓസ്റ്റ്വാൾഡും വരുന്നുണ്ട്, ഡെമോക്രേറ്റസും വരുന്നുണ്ട്. ഗ്രീക്ക് തത്വചിന്തകൻ എന്ന് എടുത്ത് ചോദിച്ചിട്ട് രണ്ട് ഓപ്ഷൻസ് കണ്ടാൽ ഡെമോക്രേറ്റസിനെ തന്നെ എഴുതിയാൽ മതി. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഓപ്ഷൻസിൽ ഓസ്റ്റ്വാൾഡ് ആണെങ്കിൽ അത് എഴുതുക, ഡെമോക്രേറ്റസ് ആണെങ്കിൽ അത് എഴുതുക. ആറ്റത്തെ കുറിച്ച് പറഞ്ഞ ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? ഡെമോക്രേറ്റസ്. ഇനി പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും പരമാണുക്കൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിക്കാം. അത് കണാദനാണെന്ന് പഠിച്ചേക്കണേ. കണാദന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള സിദ്ധാന്തം നിങ്ങൾക്കറിയാലോ. അതിനെ നമ്മൾ പരമാണു സിദ്ധാന്തം അല്ലെങ്കിൽ ക്ലാസിക് അറ്റോമിക് തിയറി എന്ന പേരിട്ട് വിളിക്കാറുണ്ട്. എന്നാൽ ആധുനിക അറ്റോമിക സിദ്ധാന്തം അതല്ലെങ്കിൽ മോഡേൺ അറ്റോമിക് തിയറി പ്രപ്പോസ് ചെയ്ത വ്യക്തി ആരാ എന്ന് ചോദിക്കാം. അത് ജോൺ ഡാൾട്ടൺ ആണെന്ന് നിങ്ങൾ പഠിച്ചേക്കണം. അത് രണ്ടും മാറിപ്പോവരുത്. വൈശേഷിക സൂത്രം എന്ന ഗ്രന്ഥം രചിച്ച വ്യക്തി ആരാ എന്ന് ചോദിക്കാം. അതും ആര് തന്നെയാണ്? കണാദൻ തന്നെയാണെന്ന് പഠിച്ചേക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ അല്ലേ? അപ്പൊ മാറിപ്പോവരുത്. ആറ്റവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 10th ലെവൽ എക്സാംസിന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന വ്യക്തികളെയായി തന്നത് ഓരോ കേസും ക്ലിയർ ആയിട്ട് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോണുകളെ കണ്ടുപിടിച്ച വ്യക്തി ആര് അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ജെ തോംസൺ ആണ്. ഇനി ഇലക്ട്രോണുകൾക്ക് പേര് നൽകിയ വ്യക്തി ആരെന്ന് ചോദിച്ചാലോ അത് സ്റ്റോണിയാണ്. ഇലക്ട്രോണിന്റെ മാസ് കണ്ടെത്തിയ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് തന്നെ പഠിച്ചു വെച്ചേക്കണം? ജെ തോംസൺ തന്നെയാണ്. എന്നാൽ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാലോ അത് മില്ലിക്കൺ ആണെന്നും പഠിക്കണം. ഇലക്ട്രോണുകളെ ചാർജ് കണ്ടെത്തിയത് മില്ലിക്കൺ, കണ്ടെത്തിയത് ജെ തോംസൺ, പേര് നൽകിയത് സ്റ്റോണി, മാസ് കണ്ടെത്തിയതും ആര് തന്നെയാണ്? ജെ തോംസൺ തന്നെയാണ്. ചാർജും മാസും മാറിപ്പോവരുതേ. ചാർജ് മാത്രം മില്ലിക്കൺ പഠിച്ചാൽ മതി. മാസ് ചോദിച്ചാൽ ജെ തോംസൺ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് പക്ക പഠിച്ചു വെക്കുക. ആറ്റവും ഇലക്ട്രോണുമായിട്ട് മാറിപ്പോവരുത് ഈ വസ്തുതകളൊന്നും.
നമ്മുടെ അടിസ്ഥാന അറ്റോമിക കണങ്ങളിൽ നെഗറ്റീവ് ചാർജ് ആർക്ക് അല്ലെങ്കിൽ ഏതിന് എന്ന് ചോദിക്കാം. അതാണ് ഇലക്ട്രോണിന്. പോസിറ്റീവ് ചാർജ് ആണെങ്കിലോ യെസ്, അത് പ്രോട്ടോണിന്. ചാർജ് ഇല്ലാത്ത കണം ഏതെന്ന് ചോദിച്ചാലോ ന്യൂട്രോൺ. ഇലക്ട്രോണുകളെ കണ്ടെത്തിയത് ജെ തോംസൺ അല്ലേ? പ്രോട്ടോണുകളെ കണ്ടെത്തിയത് ഏണസ്റ്റ് റുദർഫോർഡ് അല്ലേ? ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളെ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക് ആണ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അടിസ്ഥാന അറ്റോമിക കണങ്ങളിൽ ഭാരം ഏറ്റവും കുറവ് ഏതിനാണെന്ന് ചോദിക്കാം, ഇലക്ട്രോണിനാണ്. എന്നാൽ ഭാരം ഏറ്റവും കൂടുതൽ ഏതിനാണെന്ന് ചോദിച്ചാലോ ന്യൂട്രോണിനാണ്. ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, തിരിച്ചറിയൽ കാർഡ്, അതല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ്, ഈ വിശേഷണങ്ങളിലെല്ലാം അറിയപ്പെടുന്നത് ഏതാണ്? പ്രോട്ടോൺ ആണ്. ആറ്റത്തിൽ എല്ലായ്പ്പോഴും ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും തുല്യമായിരിക്കുമെന്ന് പഠിച്ചേക്കണം കേട്ടോ, മാറിപ്പോവരുതേ. ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം എല്ലായ്പ്പോഴും ആറ്റത്തിൽ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതിന് വേറെ കൺഫ്യൂഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആറ്റത്തിൽ 5 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ എത്ര തന്നെയാണ്? 5. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണോ അത്രയും നമ്പർ ഓഫ് പ്രോട്ടോൺസും ആ ആറ്റത്തിൽ ഉണ്ടായിരിക്കും. ഇനി ഈ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും സ്ഥാനങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാലോ, ആറ്റത്തിന്റെ മാസ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ന്യൂക്ലിയസ് എന്നൊരു ഭാഗം നമ്മൾ പഠിക്കുന്നില്ലേ? യെസ്, ആ ന്യൂക്ലിയസിലാണ്, അല്ലെങ്കിൽ ആ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും, പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും അവർ ഒരുമിച്ചിരിക്കുന്ന മേഖലയാണ്. ഇതിന് ചുറ്റും, ന്യൂക്ലിയസിന് ചുറ്റും ഒരു നിശ്ചിത പാതയിൽ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ന്യൂക്ലിയസിനെ പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്, വലം വയ്ക്കുന്നുണ്ട്. ആ പാതയ്ക്ക് നമുക്ക് ഒന്നുകിൽ ഷെൽ എന്ന പേര് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഓർബിറ്റ് എന്ന പേര് കൊടുക്കാം, അതല്ലെങ്കിൽ ഊർജമേഖല എന്ന് നമുക്ക് വിളിക്കാം, എനർജി ലെവൽ എന്ന് പറയാം. അതിലാണ് നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകൾ. ഓക്കെ, അപ്പൊ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചാർജ് എന്താന്ന് ചോദിക്കും കേട്ടോ, ഒരിക്കലും തെറ്റിക്കരുതേ. ന്യൂക്ലിയസ് ആയിട്ട് നിലകൊള്ളുന്നത്, അറ്റോമിക മർമ്മമായിട്ട് നിലകൊള്ളുന്നത് പോസിറ്റീവ് പ്രോട്ടോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണും അല്ലേ? ന്യൂട്രോണിന് ചാർജ് ഇല്ല, പിന്നെ ആരുടെ ചാർജ് മാത്രം പരിഗണിച്ചാൽ മതി? പ്രോട്ടോണിന്റെ. അപ്പൊ ഒരിക്കലും തെറ്റിക്കരുത്, അശ്രദ്ധ കാരണം തെറ്റിക്കരുത്. ന്യൂക്ലിയസ് എല്ലായ്പ്പോഴും എന്ത് ചാർജാണ്? പോസിറ്റീവ് ചാർജാണ്. അപ്പോ അടുത്തൊരു ചോദ്യം വരും, ആറ്റത്തിന്റെ ചാർജ് എന്താ? ആറ്റത്തിലെ അടിസ്ഥാന കണങ്ങളിൽ ഇലക്ട്രോണുകൾക്കും പ്രോട്ടോണുകൾക്കും മാത്രമേ ചാർജ് ഉള്ളൂ. ഇലക്ട്രോണ് നെഗറ്റീവും പ്രോട്ടോണ് പോസിറ്റീവും. ന്യൂട്രോണിന് പിന്നെ ചാർജ് ഇല്ലല്ലോ. എന്നാൽ അവിടെ ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും തുല്യ എണ്ണം വീതമുണ്ട് താനും. അന്നേരം ഈക്വൽ ചാർജുകളാണല്ലേ, എന്താണ് ഓപ്പോസിറ്റ് ചാർജ്, ഈക്വൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഓപ്പോസിറ്റ് ചാർജ് ആണ്. തുല്യ എണ്ണം ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും വരുമ്പോൾ ആ നെഗറ്റീവും പോസിറ്റീവും ക്യാൻസലായി ആറ്റം എന്താണ്? നിർവീര്യമാണ്, അതല്ലെങ്കിൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പഠിച്ചേക്കണം. ക്ലിയർ അല്ലേ? അപ്പോ ഇലക്ട്രോൺ നെഗറ്റീവ്, പ്രോട്ടോൺ പോസിറ്റീവ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. ആറ്റത്തിന് ചാർജ് എങ്ങനെയാണ്? യെസ്, ആറ്റം നിർവീര്യമാണ്, ന്യൂട്രൽ ആണ്. ന്യൂക്ലിയസിനോ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ആറ്റത്തിൽ എല്ലായ്പ്പോഴും ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതൊരു കണ്ടീഷൻ ആണ്, അത് അങ്ങനെ തന്നെ പഠിച്ചേക്കണം. ഇനി ആറ്റവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച ആ വ്യക്തികൾ ആരൊക്കെയാണ്, അവരുടെ പോയിന്റുകൾ, ഇലക്ട്രോണുകളുമായി ബന്ധപ്പെട്ട് പഠിച്ച വ്യക്തികൾ, അവരുടെ പോയിന്റുകൾ മാറിപ്പോവരുത്. പിന്നെ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ആ കമ്പാരിസൺ, ആ വസ്തുതകൾ മാറിപ്പോവാതൊന്ന് പഠിക്കുക. ഓക്കെ, അടുത്ത സെഷനിൽ നമ്മൾ ഇതിന്റെ അടുത്ത ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കും കേട്ടോ. യെസ്, അപ്പോ തൽക്കാലം നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഒരു ബഹു അറ്റോമിക തന്മാത്രയെ കണ്ടെത്താനാണ് പറയുന്നത്. പോളി അറ്റോമിക് മോളിക്യൂൾ, ഓസോൺ, ഫോസ്ഫറസ്, സൾഫർ, ഇവയെല്ലാം. എന്തായിരിക്കും നിങ്ങളുടെ ഉത്തരം? ഉത്തരം കമന്റ് ചെയ്യാമോ? അപ്പോ ഒരു മൂലക തന്മാത്രയില് ഒരാറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഒരൊറ്റ ആറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ മോണോ അറ്റോമിക് മോളിക്യൂൾ അല്ലെങ്കിൽ ഏകാറ്റോമിക തന്മാത്ര. പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 18 ഗ്രൂപ്പ് മൂലകങ്ങളിലെ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓഗനസോൺ വരെയുള്ള നമ്മുടെ അലസവാതകങ്ങളെല്ലാം
അവരെന്താണ്? മോണോ അറ്റോമിക് ആണ്, ഏകാറ്റോമിക തന്മാത്രകളാണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. അവരുടെ ഒരു തന്മാത്രയിൽ ഒരു മോളിക്യൂള് ഒരു തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു മോളിക്യൂളിൽ ഒരൊറ്റ ആറ്റം. അതുകൊണ്ട് ആർഗണിന്റെ ഒരു ആറ്റത്തിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? AR. ആർഗണിന്റെ ഒരു തന്മാത്രയെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? AR. കാരണം ആർഗണിന്റെ ഒരു ആറ്റം AR തന്നെയാണ്. തന്മാത്രയിലെ ഒരൊറ്റ ആറ്റം മാത്രമേ ഉള്ളൂ. കാരണം അത് ഏകാറ്റോമികമാണ്, 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ്. അതിനകത്ത് വരുന്ന എല്ലാവരും എന്ത് തന്നെയാണ്? ഏകാറ്റോമികം. ഹീലിയത്തിന്റെ ഒരു ആറ്റത്തിനെ HE എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഹീലിയത്തിന്റെ ഒരു തന്മാത്ര എങ്ങനെ? അതും HE. അപ്പൊ ഹീലിയത്തിന്റെ 2 തന്മാത്ര 2HE. ഹീലിയത്തിന്റെ 5 തന്മാത്ര 5HE. ഹീലിയത്തിന്റെ N തന്മാത്രകൾ NHE. കണ്ടോ? കാരണം ഒരു തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുന്ന തന്മാത്രകളെയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? ഏകാറ്റോമിക തന്മാത്രകൾ എന്ന പേരിട്ട് വിളിക്കാം. ക്ലിയർ അല്ലേ? ലോഹങ്ങളില്ലേ, അവരും ഈ കാറ്റഗറിയിൽ തന്നെയാ വരുന്നത്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു മൂലക തന്മാത്രയിൽ 2 ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ദ്വയറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ ദ്വയറ്റോമികം. എടാ, ദ്വയറ്റോമികം പറയുമ്പോ ഹൈഡ്രജൻ H2, ക്ലോറിൻ Cl2, നൈട്രജൻ N2, ഓക്സിജൻ O2 ഇതേ കാണുന്നുണ്ടോ? അപ്പോ ദ്വയറ്റോമികം എന്ന് പറയുമ്പോൾ അതൊക്കെ അലോഹങ്ങളാണ്, വാതകങ്ങളാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ? ഹൈഡ്രജന്റെ ഒരു ആറ്റത്തിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? H. ശ്രദ്ധിച്ചോണേ. അപ്പോ ഹൈഡ്രജന്റെ ഒരു തന്മാത്ര മോളിക്യൂളിനെ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? യെസ്, ഹൈഡ്രജന്റെ ഒരു മോളിക്യൂൾ H2. ഇതാണ് ഹൈഡ്രജന്റെ ഒരു തന്മാത്ര. കാരണം ഹൈഡ്രജന്റെ ഒരു ആറ്റത്തിന് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിലനിൽപ്പില്ലാത്തത് കൊണ്ട് അവൻ മറ്റൊരു ഹൈഡ്രജൻ ആറ്റവുമായി ചേർന്ന് ഒരു തന്മാത്രയായി നിലനിൽക്കും. ആറ്റങ്ങൾ ചേർന്നിട്ടാണ് തന്മാത്രകൾ ഉണ്ടാകുന്നത്. കണ്ടോ? അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. അപ്പൊ ഹൈഡ്രജന്റെ ഒരു ആറ്റം H ആണെങ്കിൽ ഒരു തന്മാത്രയിൽ 2 ആറ്റങ്ങൾ വന്നിരിക്കുന്നത് കണ്ടോ? H2. യെസ്, കാരണം ഹൈഡ്രജൻ എന്താണ്? ദ്വയറ്റോമികം. അതുപോലെയാണ് ഈ ക്ലോറിനും നൈട്രജനും ഓക്സിജനും ഫ്ലൂറിനും ഒക്കെ. കണ്ടോ? അപ്പൊ ഒരു മൂലക തന്മാത്രയിൽ കറക്റ്റ് 2 ആറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ദ്വയറ്റോമിക തന്മാത്രകൾ, ഡയറ്റോമിക് മോളിക്യൂൾ എന്ന പേരിട്ട് വിളിക്കാം. കണ്ടോ? യെസ്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ഹൈഡ്രജന്റെ ഒരു തന്മാത്രയല്ലേ? ഹൈഡ്രജന്റെ 10 തന്മാത്രകളെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? 10H2. കാണുന്നുണ്ടോ? 5 തന്മാത്രകളോ? 5H2. കാരണം ഒരു തന്മാത്രയില് 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്. അങ്ങനെ എത്ര എണ്ണമാണോ ചോദിക്കുന്നത് ആ നമ്പർ കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കണ്ടോ? അപ്പോ 10H2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ 10 തന്മാത്രകൾ, 5H2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ 5 തന്മാത്രകൾ, 2H2 എന്ന് പറഞ്ഞാൽ ഹൈഡ്രജന്റെ 2 തന്മാത്രകൾ. സിമ്പിൾ ആണ്. ഇത് വെറുതെ നമുക്ക് 1 മാർക്ക് കിട്ടുന്ന ചോദ്യമാണ്. എങ്ങാനും എക്സാമിന് ചോദിച്ചാൽ ഉത്തരം കൊടുക്കാൻ പറ്റണം. ഇനി ഒരു മൂലക തന്മാത്രയിലെ 2ൽ കൂടുതൽ, 3 ആയിക്കോട്ടെ, 4 ആയിക്കോട്ടെ, 5, 6, 8 എത്രയോ ആയിക്കോട്ടെ, 2ലധികം ആറ്റങ്ങൾ വരികയാണെങ്കിൽ 2+ ആറ്റങ്ങൾ ആ തന്മാത്രയിൽ വരുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ജനറലി വിളിക്കുന്ന പേര് ട്രയറ്റോമികം. അങ്ങനെ ഓരോ വാക്കും എടുത്തെടുത്ത് പറയണ്ട. അവരെല്ലാവരെയും കൂടി നമുക്ക് ബഹു അറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് വിളിക്കാം. ഫോസ്ഫറസിന്റെ ഒരു ആറ്റത്തിനെ P എന്നല്ലയോ റെപ്രസെന്റ് ചെയ്യുക. എന്നാൽ ഫോസ്ഫറസിന്റെ ഒരു തന്മാത്രയിലെ 4 ഫോസ്ഫറസ് ആറ്റങ്ങളുണ്ട്. 4 വരുമ്പോൾ അതെന്താണ്? പോളി അറ്റോമിക് ആണ്, ബഹു അറ്റോമികമാണ്. സൾഫറിന്റെ ഒരു ആറ്റത്തിനെ S എന്നല്ലയോ റെപ്രസെന്റ് ചെയ്യുക. സൾഫറിന്റെ ഒരു തന്മാത്ര എടുത്താലോ 8 സൾഫർ ആറ്റങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ 2ൽ കൂടുതൽ എത്ര വന്നാലും നമുക്ക് ഉറപ്പിക്കാം അതെല്ലാം ഏത് കാറ്റഗറിയാണ്? ബഹു അറ്റോമികം. അപ്പൊ ഒരു മൂലക തന്മാത്രയിൽ ഒരു ആറ്റം മാത്രമേ ഉള്ളൂ എങ്കിൽ ഏകാറ്റോമിക തന്മാത്ര, 2 ആറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ദ്വയറ്റോമിക തന്മാത്ര, 2ലധികം ആറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ബഹു അറ്റോമിക തന്മാത്രകൾ. ഓക്കെ, അപ്പോൾ ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പഠിക്കുക. ആറ്റം, തന്മാത്ര,
അത് എത്ര നമ്പർ വെച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ഭാഗം ഒന്ന് ക്ലിയർ ആക്കണം കേട്ടോ. എക്സാമിന് അവിടെ നിന്ന് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. കോൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. അന്നേരം നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും എന്ത് ചെയ്യാൻ പറ്റും, ഉത്തരം കൊടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നിന്ന് അതിനെ കണക്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു വസ്തുത കൂടി പറഞ്ഞു തരട്ടെ. ഇവിടെ സൾഫ്യൂരിക് ആസിഡിന്റെ കെമിക്കൽ ഫോമുല നമ്മൾ എങ്ങനെയാണ് എഴുതുക? നമുക്കറിയാം, H2SO4. ഇത് സൾഫ്യൂരിക് ആസിഡിന്റെ എന്താണ്? ഒരു തന്മാത്രയാണ്, മോളിക്യൂൾ ആണ്. കണ്ടോ? അപ്പൊ നമ്മൾ സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു തന്മാത്ര പരിഗണിച്ചാൽ അതിൽ എത്ര ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്? 2 ആറ്റങ്ങൾ. എത്ര സൾഫർ ആറ്റങ്ങളുണ്ട്? 1 സൾഫർ ആറ്റം. എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 4 ഓക്സിജൻ ആറ്റങ്ങൾ. അപ്പൊ സൾഫ്യൂരിക് ആസിഡിന്റെ ഒരു തന്മാത്രയില് ആകെ ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാൽ 2 + 1 + 4 അല്ലെ, 4 1 5 2 7 ആറ്റങ്ങളുണ്ട്. കണ്ടോ? അങ്ങനെ ക്വസ്റ്റ്യൻ വരും. ഇനി സൾഫ്യൂരിക് ആസിഡിന്റെ 2 തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം ചോദിച്ചാലോ? അപ്പോ 2H2SO4 ആണ് 2 തന്മാത്ര എടുക്കുമ്പോൾ. ഒരു തന്മാത്രയിൽ എല്ലാം കൂടി 7 ആറ്റങ്ങൾ ഉണ്ടല്ലോ. 2 1 3 4 3 7. അപ്പൊ 2 തന്മാത്ര പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കുമ്പോൾ അതിൽ ടോട്ടൽ എത്രയാ? 1 7 ആണെങ്കിൽ 2 7 + 7 2 × 7 ചെയ്താൽ മതി. 14 ആറ്റങ്ങൾ വരും എല്ലാം കൂടി അല്ലേ. കാരണം എങ്ങനെയാണ്? ഇതെല്ലാം കൂടി 2 ടൈംസ് എടുക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇനി ഇതിനകത്തുനിന്ന് ഇൻഡിവിജ്വൽ ആയിട്ടും ചോദിക്കാം. സൾഫ്യൂരിക് ആസിഡിന്റെ 2 തന്മാത്രകൾ പരിഗണിച്ചാൽ അതിലെ ഓക്സിജൻ ആറ്റങ്ങളുടെ മാത്രം എണ്ണം. എടാ, ഒരു തന്മാത്രയിൽ ഓക്സിജൻ ആറ്റങ്ങൾ 4 എണ്ണമേ ഉള്ളൂ. അങ്ങനെ 2 എണ്ണം പരിഗണിച്ചാൽ, 2 തന്മാത്രകൾ പരിഗണിച്ചാൽ അതിൽ ഓക്സിജൻ ആറ്റങ്ങൾ കണ്ടോ, 1 4 എണ്ണം. അപ്പൊ ഇവിടെ 2 എണ്ണം വരുമ്പോ 2 × 4 8 എണ്ണം. അപ്പൊ ആ തന്മാത്ര മൊത്തത്തിലോ അല്ലെങ്കിൽ ആ തന്മാത്രയിലെ ഏതെങ്കിലും ഒരു മൂലക ആറ്റത്തിന് നമ്പറോ അവർ ചോദിക്കാം. എങ്ങനെ ചോദിച്ചാലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഉത്തരം കൊടുക്കാൻ പറ്റണം. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പൊ ഏകാറ്റോമികം, ദ്വയറ്റോമികം, ബഹു അറ്റോമികം നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം കണ്ടോ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. പ്രസ്താവന 1, എല്ലാ ധാതുക്കളും അയിരുകളാണ്. പ്രസ്താവന 2, എല്ലാ അയിരുകളും ധാതുക്കളല്ല. നിങ്ങൾ ഈ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം കൊടുക്കും? അതായത് ഇതിൽ ഏത് ശരി ഏത് തെറ്റ്, ആ രീതിയിലാണ് ABCD ഓപ്ഷൻസ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരം, അതിനു മുമ്പ് ഒരു കാര്യം കൂടി, നമ്മുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണമല്ലോ. തന്നിരിക്കുന്നതിലെ ബഹു അറ്റോമിക തന്മാത്ര ഏതാ? യെസ്, നോക്കിക്കോണേ. ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജന്റെ 3 ആറ്റങ്ങൾ ചേരുന്നതാ. ഫോസ്ഫറസ് ആണെങ്കിൽ 4 എണ്ണം ചേരുന്നതാ. സൾഫർ ആണെങ്കിൽ 8 എണ്ണം ചേരുന്നതാ. ചുരുക്കി പറയുമ്പോൾ ഇവയെല്ലാം വരും അല്ലേ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? ഡി ആണ്. ക്ലിയർ അല്ലേ? യെസ്, ആ കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക. നോക്കൂ, നമ്മുടെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ, ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്ന മൂലക സംയുക്തങ്ങൾക്ക് വിളിക്കുന്ന പേരെന്താ എന്ന് ചോദിക്കാം. അവർക്ക് വിളിക്കുന്ന പേരാണ് ധാതുക്കൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ ധാതുക്കളെ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുന്നതെന്നറിയോ? മിനറൽസ് എന്ന് പറയും. ഇരുമ്പിന്റെ തന്നെ ഒരുപാട് ധാതുക്കൾ ഭൂമിയിലുണ്ട്. അലുമിനിയത്തിന് ഒരുപാട് ധാതുക്കളുണ്ട്. ഓക്കെ, അതുപോലെ സ്വർണത്തിന്റെ ധാതു ഉണ്ട്. അതിൽ നിന്നൊക്കെയാണ് നമ്മൾ വേർതിരിച്ചെടുക്കുന്നതല്ലേ. പിന്നെ ഈ സ്വർണം, വെള്ളി, പ്ലാറ്റിനം ഒക്കെ കൂടുതലും സ്വതന്ത്രമായി കാണപ്പെടുന്ന മൂലകങ്ങൾ അല്ലെങ്കിൽ ലോഹങ്ങളാണ്. ഓക്കെ, പൊട്ടാസ്യത്തിന്റെ ധാതുക്കളുണ്ട്, സോഡിയത്തിന്റെ ധാതുക്കളുണ്ട്. മിക്ക മൂലകങ്ങൾക്കും നമ്മുടെ ഭൂമിയിൽ ഒരുപാട് ധാതുക്കളുണ്ട്. എന്നാൽ എല്ലാ ധാതുവിൽ നിന്നും അതാത് മൂലകങ്ങളെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, ആ ധാതുവിന് ഭൂമിയിൽ നല്ല അളവില് ലഭ്യത ഉണ്ടാവണം. അതായത് അത്ര കണ്ട് ക്വാണ്ടിറ്റി അത് ഉണ്ടാവണം ഭൂമിയിൽ. രണ്ടാമത്, നമുക്ക് നിലവിൽ കയ്യിലുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ സംവിധാനം, ടെക്നോളജി ഉപയോഗിച്ച് ആ ധാതുവിനെ നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റണം? ഖനനം ചെയ്തെടുക്കാൻ പറ്റണം. 3, അതിനു വേണ്ടിയിട്ട് ഒരുപാട് പൈസ, ഇപ്പം ഞാനൊരു 100 രൂപ മുടക്കിയിട്ട് എനിക്ക് 50 പൈസയുടെ ഗുണം കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക? അതേ സ്ഥാനത്ത് 100 രൂപ മുടക്കുമ്പോൾ എനിക്ക് 150 രൂപയുടെ ഗുണം കിട്ടിയാലോ? അതാ. അപ്പൊ കുറഞ്ഞ ചിലവില് എനിക്ക് കൂടുതൽ ധാതുവിനെ ഖനനം ചെയ്തെടുക്കാൻ പറ്റണം അല്ലേ. അവിടെ ഈ ക്യാപിറ്റൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ പൈസ, അതിനൊരു വിലയുണ്ടല്ലോ. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ,
ഏറ്റവും സേഫായിട്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ആ ധാതുവിനെ നമുക്ക് ഭൂമിയിൽ നിന്നും ഖനനം ചെയ്തെടുക്കാൻ പറ്റണം. അപ്പം അതെന്ന് പറയുന്നത് അബണ്ടൻ്റ് ആയിട്ടുണ്ടാകണം. നമ്മുടെ കയ്യിലുള്ള ടെക്നോളജി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും സേഫായിട്ടും അതിനെ ഖനനം ചെയ്തെടുക്കാൻ പറ്റണം. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക? യെസ്, ഈ ഏറ്റവും ഈസി ആയിട്ട് ഏറ്റവും കുറഞ്ഞ ചെലവിൽ ധാതുവിനെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടണം. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ടേ ധാതുവിൽ നിന്ന് നമ്മളെ ലോഹത്തെ വേർതിരിച്ചെടുക്കാനുള്ള മാർഗങ്ങളും കാര്യങ്ങളൊക്കെ സ്വീകരിക്കൂ. അങ്ങനെ ഏത് ധാതുവിൽ നിന്നാണോ നമ്മൾ ആ മൂലകത്തെ വേർതിരിച്ചെടുക്കുന്നത് അത്തരം ധാതുക്കൾക്ക് മാത്രം വിളിക്കുന്ന പേരാണ് അയിരുകൾ. ഓക്കെ, ഈയിടെ അടുത്ത് ചോദിച്ച ചോദ്യമാണ് ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യം. ഓക്കെ, അയിരിനെ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുക? ഓർ എന്ന് പറയും. അപ്പൊ കണ്ടോ, ധാതുക്കൾ എന്ന് പറയുമ്പോൾ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന എല്ലാ മൂലക സംയുക്തങ്ങളെയും നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ധാതുക്കൾ എന്ന പേരിട്ട് വിളിക്കാം. അതിൽ വേറെ കൺഫ്യൂഷനും കാര്യങ്ങളും ഇല്ല, എല്ലാം ധാതുക്കൾ തന്നെയാണ്. എന്നാൽ ഏത് ധാതുവിൽ നിന്നാണോ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ, നമുക്ക് തൃപ്തികരമായ രീതിയിൽ മൂലകത്തെ അല്ലെങ്കിൽ ആ ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് അത്തരം ധാതുക്കളെ മാത്രം വിളിക്കുന്ന പേരാണ് അയിരുകൾ. ഓക്കെ, അതായത് നമുക്ക് ലോഹത്തെ വേർതിരിച്ചെടുക്കാം എന്നുള്ള ഉറപ്പ്, ആ പ്രൊമോഷൻ കൊടുത്ത ധാതുക്കൾക്ക് വിളിക്കുന്ന പേരാണ് അയിരുകൾ. കണ്ടോ? അപ്പോ എല്ലാ ധാതുക്കൾക്കും അയിരുകളാകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, ആ പ്രസ്താവന തെറ്റാണ്. ഏത് ധാതുവിൽ നിന്നാണോ ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് മൂലകം വേർതിരിച്ചെടുക്കാം, അത് മാത്രമാണ് അയിരുകൾ. എല്ലാ ധാതുക്കളും എന്തല്ല? അയിരുകളല്ല. എടാ, എന്നാൽ എല്ലാ അയിരുകളും അടിസ്ഥാനപരമായി എന്താണ്? ധാതുക്കൾ തന്നെയല്ലേ? നോക്കിക്കേ, കണ്ടോ 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 കണ്ടോ. കാരണം നമ്മുടെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന എല്ലാ മൂലക സംയുക്തങ്ങളും ധാതുക്കളാ. ഏത് ധാതുവിൽ നിന്ന് ഞാൻ ആ മൂലകത്തെ വേർതിരിച്ചെടുക്കുമോ അതാണ് അയിര്. അപ്പൊ എല്ലാ ധാതുക്കൾക്കും അയിരുകളാകാൻ കഴിയില്ല. എന്നാൽ സെലക്ട് ചെയ്ത ധാതുക്കളാണ് അയിരുകൾ. അയിരുകളെല്ലാം അടിസ്ഥാനപരമായി എന്ത് തന്നെയാണ്? ധാതുക്കൾ തന്നെയാണ്. കോൺസെപ്റ്റ് കിട്ടിയില്ലേ? അപ്പൊ ഇവിടെ എല്ലാ അയിരുകളും ധാതുക്കൾ അല്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ലേ? എല്ലാ അയിരുകളും എങ്ങനെയാണ്? ധാതുക്കളാണ്. അതാണ് വസ്തുത. ഓക്കെ, എല്ലാ ധാതുക്കളും അയിരുകളല്ല, എന്നാൽ എല്ലാ അയിരുകളും ധാതുക്കളാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന പ്രസ്താവന അതിനെ ഏറ്റവും കറക്റ്റായിട്ട് എഴുതിയാൽ എങ്ങനെ എഴുതാം? ഇങ്ങനെയാണേ, എല്ലാ ധാതുക്കളും എന്താവില്ല? അയിരുകൾ അല്ല. എന്നാൽ എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. ഇതാണ് അതിന്റെ കറക്റ്റ് ഫോം. നമ്മുടെ ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന ഏത് മൂലക സംയുക്തത്തിനെയും ധാതു എന്ന പേരിട്ട് വിളിക്കാം ജനറലി. ഏത് ധാതുവിൽ നിന്നാണോ നമ്മൾ ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നത് ആ ധാതുവിനെ മാത്രമേ അയിരെന്ന് വിളിക്കുള്ളൂ. അപ്പൊ എല്ലാ അയിരുകളും അടിസ്ഥാനപരമായി എന്ത് തന്നെയാണ്? ധാതുക്കളാണ്. എന്നാൽ എല്ലാ ധാതുക്കൾക്കും അയിരാകാൻ പറ്റുമോ? ഇല്ല. സെലക്ട് ചെയ്ത ധാതുക്കൾ മാത്രമാണ് അയിര്. ലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന ധാതുക്കൾ മാത്രമാണ് അയിരുകൾ. പിടികിട്ടിയില്ലേ? അപ്പൊ ഓർത്ത് വെച്ചേക്കണം. അപ്പൊ ഇവിടെ എല്ലാ ധാതുക്കളും അയിരുകളാകുമോ? പ്രസ്താവന തെറ്റ്. എല്ലാ അയിരുകളും ധാതുക്കൾ അല്ല എന്ന് പറയാൻ പറ്റുമോ? അതും തെറ്റ്. ധാതുക്കളാണ്. ഒന്നും രണ്ടും തെറ്റല്ലേ? മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? സി ആണ്. അങ്ങനെ ഒരു കൂട്ടം അയിരുകളുടെ ലിസ്റ്റ് ഞാനിവിടെ റാൻഡമായിട്ട് തന്നിട്ടുണ്ട്. ലിസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ തന്നിട്ടുണ്ടല്ലേ. ഇതൊക്കെ ഏതേത് മൂലകത്തിൻ്റെതാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഒരറ്റത്തുനിന്ന് തുടങ്ങാം. നിങ്ങളും എനിക്കൊപ്പം കമന്റ് ചെയ്യണേ. സിന്നബാർ. സിന്നബാർ എന്ന് പറയുന്നത് ഏതിന്റെയാണ്? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഞാൻ സിമ്പിൾ എഴുതി പോവാണ് കേട്ടോ. യെസ്, മെർക്കുറി ആണ്. മെർക്കുറി എന്ന മൂലകത്തിന്റെ ലാറ്റിൻ പേര് ഹൈഡ്രാർജിറം ആയതുകൊണ്ട് സിമ്പിൾ HG. എടാ, അർജന്റൈറ്റ്. അർജന്റം എന്ന് പറയുന്നത് വെള്ളിയുടെ ലാറ്റിൻ പേരല്ലേ? അപ്പൊ വെള്ളിയാണ് അർജന്റൈറ്റ്. വെള്ളി, വെള്ളി, AG. ഇതിന്റെ കൂടെ സിമ്പിളും കൂടി അങ്ങ് പഠിച്ചേക്കൂ കേട്ടോ. പൈറോലുസൈറ്റ് ഏത് ലോഹത്തിന്റെ ആണെന്ന് അറിയോ? യെസ്, അറിയാന്നുള്ളവര് പഠിച്ചു ഉറപ്പിച്ചോളൂ. അറിഞ്ഞുകൂടാത്തവര് ഇതേ പഠിച്ചോളൂ. മാംഗനീസ് എന്ന് പറയുന്ന ലോഹത്തിന്റെ അയിരിന് വിളിക്കുന്ന പേരാണ് പൈറോലുസൈറ്റ്. സിൽവൈറ്റ്. സിൽവൈറ്റ് എന്നോ സിൽവിൻ എന്നോ ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പഠിച്ചു വെക്കാം. അത് ഏതിന്റെയാണ്? യെസ്, പൊട്ടാസ്യത്തിന്റെ ധാതുവിന് വിളിക്കുന്ന അല്ലെങ്കിൽ അയിരിന് വിളിക്കുന്ന പേരാണ് സിൽവൈറ്റ്. ഹെമറ്റൈറ്റ്. പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ പേര് കാലിയം. അതാണ് സിമ്പിൾ K കൊടുത്തത് കേട്ടോ. ഹെമറ്റൈറ്റ്.
ഹെമറ്റൈറ്റ് ഒക്കെ ആരുടെയാണ്? ഇരുമ്പാണ്. ഇരുമ്പിന്റെ ലാറ്റിൻ പേര് ഫെറം ആണെന്ന് അറിയാലോ അല്ലേ? അതാണ് സിമ്പൽ Fe. ബോക്സൈറ്റ്. ബോക്സൈറ്റ് ആണ് എല്ലാവർക്കും അറിയാവുന്നത് അലുമിനിയം. കാസിറ്ററൈറ്റ്. കാസിറ്ററൈറ്റ് വന്നിട്ട് ഏത് ലോഹത്തിന്റെ അല്ലെങ്കിൽ ഏത് മൂലകത്തിന്റെയാ? യെസ്, സ്റ്റാനം എന്ന ലാറ്റിൻ പേര്, Sn എന്ന സിമ്പൽ, മൂലകം ഏതെന്ന് ചോദിച്ചാൽ ടിന്ന്, മറന്നു പോകരുത്. അടുത്തത് ഡോളമൈറ്റ്. ഡോളമൈറ്റിന്റെ ഒരു പ്രത്യേകത, പലരും അതിൽ ഒരു മൂലകം മാത്രമേ പഠിക്കുന്നുള്ളൂ. നമുക്ക് എക്സാമിന് എങ്ങനെ ചോദിക്കും എന്നറിയില്ല, ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. കാൽസ്യം പറഞ്ഞാലും മെഗ്നീഷ്യം പറഞ്ഞാലും തെറ്റില്ല കേട്ടോ. കാരണം ഡോളമൈറ്റിനകത്ത് കാൽസ്യം കാർബണേറ്റിന്റെയും മെഗ്നീഷ്യം കാർബണേറ്റിന്റെയും അംശമുണ്ട്. അതുകൊണ്ട് കാൽസ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും കാർബണേറ്റ് അത് രണ്ടും ഡോളമൈറ്റിന് പറയാം. ജിപ്സം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ആരുടെയാണ്? കാൽസ്യത്തിൻ്റെതാണ്. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്തത് മാലക്കൈറ്റ് എന്ന് കേൾക്കുമ്പോൾ ഓർത്തു വെച്ചോളൂ, മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹമാണല്ലേ ചെമ്പ്. മാഗ്നസൈറ്റ്, മാറിപ്പോവരുതേ, മാഗ്നസൈറ്റ് എന്നാ ഞാൻ പറഞ്ഞത്. മാഗ്നസൈറ്റ് എന്ന് കേൾക്കുമ്പോൾ മെഗ്നീഷ്യത്തിന്റെ അയിരാണ്. അടുത്തത് റൂട്ടൈൽ. എടാ, റൂട്ടൈലിന്റെ കൂടെ തന്നെ ഇൽമനൈറ്റ് ചോദിച്ചാലും അതാ ഇവിടെ ഉണ്ടല്ലോ, ഇൽമനൈറ്റ്, റൂട്ടൈല്, ഇതെല്ലാം ഏത് മൂലകത്തിന്റെ അല്ലെങ്കിൽ ഏത് ലോഹത്തിൻ്റെതാണെന്നറിയോ? ടൈറ്റാനിയം എന്ന് പറയുന്ന ലോഹത്തിൻ്റെതാണ് ഇൽമനൈറ്റും റൂട്ടൈലും. ഓക്കെ, ഇത് പഠിച്ചു വെക്കണേ, എക്സാമിന് ചോദിക്കുന്ന ഭാഗം സിലബസിലുണ്ട്. ഇനി ഗലീന എന്ന് പറയുന്നത് ആരുടെയാണ്? Pb എന്ന സിമ്പിള് വരുന്ന പ്ലംബം, ലെഡ് എന്ന ലോഹത്തിന്റെ അയിരിന് വിളിക്കുന്ന പേരാണ് ഗലീന. കോപ്പർ പൈറൈറ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ അത് പിന്നെ ആരുടെയാണ്? ചെമ്പിൻ്റെതാണ്. യെസ്. മാഗ്നറ്റൈറ്റ്, അതാ ഞാൻ എടുത്തു പറഞ്ഞത്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അതിന്റെ ഒരു ഭാഗം കണ്ടിട്ട് ആവേശത്തിന് ചാടിക്കേറി ഉത്തരം കൊടുത്താൽ പോയി. മാഗ്നസൈറ്റ് ആണ് മെഗ്നീഷ്യം. മാഗ്നറ്റൈറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ ആരെ പഠിക്കണം? യെസ്, അത് ഇരുമ്പ് പഠിക്കണം. മാഗ്നറ്റൈറ്റ് ഇരുമ്പ്, മാഗ്നസൈറ്റ് മെഗ്നീഷ്യം. അടുത്തത് ടിൻകൽ. ഇത് രണ്ടെണ്ണം അല്ല കേട്ടോ, ഒരുമിച്ചാണ്. ടിൻകൽ. ബോറോൺ എന്ന് പറയുന്ന മൂലകത്തിന്റെ അയിരിന് അല്ലെങ്കിൽ ധാതുവിന് വിളിക്കുന്ന പേരാണ് ടിൻകൽ. ബോറോൺ, ടിൻകൽ. അടുത്തത് മോണസൈറ്റ്. ഒരുപാട് തവണ കേരള PSC റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ് 10th ലെവൽ എക്സാംസിന്. എന്താ? കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് ധാതു ഏത്? അതിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ലോഹം. മോണസൈറ്റിൽ നിന്നും നമ്മൾ വേർതിരിച്ചെടുക്കുന്ന തോറിയം. കേട്ടിട്ടില്ലേ? അതുപോലെ കെലാമിൻ, ലാക്ടോകെലാമിൻ എന്താണ്? സിങ്കിന്റെ ധാതു, സിങ്കിന്റെ അയിരാണ് സിങ്ക്. സ്റ്റിബിനൈറ്റ്, ഇതൊക്കെ പഠിച്ചേക്കണേ. അർജന്റം, വെള്ളിയുടെ ലാറ്റിൻ പേര് അർജന്റൈറ്റ് ധാതു പഠിച്ചതുപോലെ സ്റ്റിബിയം എന്ന പേര് ആരുടേതാണ്? ആന്റിമണി എന്ന മൂലകത്തിന്റെ ലാറ്റിൻ നാമമാണ് സ്റ്റിബിയം. ഓക്കെ, അപ്പൊ ആന്റിമണി ലാറ്റിൻ പേര് എന്താണ്? സ്റ്റിബിയം. SB ആണ് സിമ്പൽ. ആന്റിമണിയുടെ ധാതുവാണ് സ്റ്റിബിനൈറ്റ്. അടുത്തത് ബിസ്മത്ത് ഓറേറ്റ് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ബിസ്മത്ത് എന്ന് എഴുതാൻ ഒരു ടെൻഡൻസി വരും, പക്ഷെ ഓപ്ഷൻസിൽ അത് ഉണ്ടാവില്ല. ഓറം എന്ന ലാറ്റിൻ പേര് ഏത് മൂലകത്തിൻ്റെതാണ്? സ്വർണത്തിന്റെ അല്ലേ? അപ്പൊ ബിസ്മത്ത് ഓറേറ്റ്, ഓറം, സ്വർണ്ണ ബിസ്ക്കറ്റ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. ബിസ്മത്ത് ഓറേറ്റ് ഏതാണ്? യെസ്, അത് ഗോൾഡിന്റെ അയിരല്ലെങ്കിൽ ധാതുവാണെന്ന് പഠിച്ചേക്കണം. കണ്ടോ? ഇതുപോലെ ഒരുപാടുണ്ട്. ഒരു സെറ്റാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കി വെച്ചിട്ട് വരുമോ? ഇത്രയും വസ്തുതകളൊന്ന് ക്ലിയർ ആക്കിയിട്ട് വരുമോ? ഉടനെ തന്നെ നമുക്ക് അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും പോർഷൻ ഒന്ന് നോക്കി വെച്ചിട്ട് വരൂ. ഇത്രയും പോർഷൻ എന്ന് പറയുമ്പോൾ ഇത് മാത്രമല്ല, ഈ പോർഷൻസ് ഒക്കെ വരുന്ന നമ്മുടെ സിലബസിലെ അതാത് ചാപ്റ്റേഴ്സും കൂടി എന്ത് ചെയ്തേക്കണം? കണക്ട് ചെയ്തേക്കണം. ബാക്കി ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഒരു സെറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടും. അങ്ങനെ നമ്മുടെ 10th ലെവൽ എക്സാംസിന്, പ്രിലിംസ് പരീക്ഷയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? കെമിസ്ട്രിയിലെ മാർക്ക് അങ്ങ് ഉറപ്പിക്കുക. ഓക്കെ, കോൺസെപ്റ്റ് പഠിച്ചു വെച്ചാൽ മതി. അന്നേരം ക്വസ്റ്റ്യൻ സിമ്പിൾ ആയാലും മീഡിയം ലെവൽ ആയാലും ഇനി ഒരല്പം ആപ്ലിക്കേഷൻ ടഫ് ലെവലിലേക്ക് പോയാലും കോൺസെപ്റ്റ് ക്ലിയർ ആണ്. അശ്രദ്ധയൊന്നും കാണിക്കാത്ത പക്ഷം ഒരു തെറ്റും വരാതെ ആ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഉറപ്പ് തരുന്നു. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ? യെസ്, അശ്രദ്ധ ഉണ്ടാവരുത്. കോൺസെപ്റ്റ് പക്ക പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാ ധാതുക്കളും അയിരുകളാവോ? ഇല്ല.
എന്നാൽ എല്ലാ ഐരുകളും അടിസ്ഥാനപരമായ എന്ത് തന്നെയാണ്? ധാതുക്കൾ തന്നെയാണ്. ക്ലിയർ അല്ലേ? അതൊന്ന് ഓർത്ത് വെച്ചേക്കണേ. അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ നമുക്ക് അടുത്ത വസ്തുതകൾ നോക്കാം. താങ്ക് യു മൈ ഡിയേഴ്സ്. ബൈ.